എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ നിൽക്കേണ്ട ഒരു ഇടങ്ങളെ പറ്റിയിട്ട് ഒന്ന് സംസാരിച്ചാലോ? അതിന് മുൻപ് അതിന് പിന്നിലുള്ള ഒരു സിംഗിൾ തോട്ട് ഞാൻ ആദ്യം തന്നെ പറയാം. നമ്മൾ ചെറുതായിരിക്കുമ്പോൾ ഈ പെയിന്റിങ്സ് ഒക്കെ ചെയ്തിരുന്നില്ലേ? ഈ മല, കുന്ന്, സൂര്യൻ, വീട്, ഇതായിരുന്നു 90s പിള്ളേരുടെ ഒരു സ്ഥിരം ഏരിയ എന്നാണ് എനിക്ക് പറയുന്നത്. ഇപ്പൊ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പിള്ളേരെ മാത്രമേ പഠിപ്പിച്ചു കൊടുക്കുന്നുള്ളൂ എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ ഒരു ഇച്ചിരിയൊക്കെ വലുതായി കഴിയുമ്പോൾ നമുക്ക് വാട്ടർ കളർ തരും, പെയിന്റ് വെള്ളം കൂട്ടി ചെയ്യാനുള്ള പരിപാടി. അപ്പോൾ ഭയങ്കര കാര്യമായിട്ട് ഇത് പഠിപ്പിക്കാൻ എനിക്കൊരു ഷീജ ടീച്ചർ ഉണ്ടായിരുന്നു, ഡ്രോയിങ് ടീച്ചർ. ടീച്ചർ ഭയങ്കര ആർട്ടിസ്റ്റ് ആയിരുന്നെങ്കിൽ പോലും നമ്മൾ ഈ മലയും കുന്ന് സൂര്യൻ മാത്രം വരയ്ക്കാനേ അപ്പോഴും പഠിച്ചു. ഏതായാലും അങ്ങനെയൊക്കെ പഠിച്ച് നമ്മൾ കളർ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു വാട്ടർ കളറിന്റെ ഒരു പാലറ്റ് ഉണ്ട്, അതിൽ നമ്മൾ തൊടാത്ത അതൊരു കളർ എന്ന് പറയുന്നത് വൈറ്റ് ആയിരുന്നു. വൈറ്റ് കൊണ്ട് പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ലല്ലോ. കാരണം ഒരു വൈറ്റ് പേപ്പറിൽ നമ്മൾ കളർ ചെയ്യുമ്പോൾ ബ്ലാക്കും റെഡോ യെല്ലോയോ എല്ലാ കളേഴ്സും യൂസ് ചെയ്യും. വൈറ്റ് കൊണ്ട് എന്താ പ്രത്യേകിച്ച് യൂസ്? സോ അത് തൊടാറില്ല. പിന്നെ ഇത് മിക്സ് ചെയ്ത് ഉണ്ടാക്കാനുള്ളൊരു പാഠവും നമുക്കതില്ലതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ തൊടാറില്ല. അപ്പൊ ഒരു വർഷം തീരുമ്പോഴേക്കും ഈ പാലറ്റ് ആകെ പരിപാടി തീർന്നിട്ടുണ്ടാവും. പക്ഷെ വൈറ്റ് കളർ മാത്രം അതുപോലെ ഇരിക്കും. പക്ഷെ പിന്നെ ഇപ്പൊ റീസെന്റ് ഞാൻ ബുദ്ധ പെയിന്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ബ്ലാക്ക് കളർ ആണെങ്കിൽ വൈറ്റ് നല്ല കോംബോ ആണ്, ഓർ ബ്ലാക്ക് ചുരിദാർ ആണെങ്കിൽ വൈറ്റ് നല്ല കോംബോ ആണ്, അല്ലെങ്കിൽ റെഡിന്റെ കൂടെ വൈറ്റ് നല്ല കോംബോ ആണ് എന്ന റീസെന്റ് ഇപ്പൊ നമുക്ക് തിരിച്ചറിയുമ്പോൾ അപ്പൊ വൈറ്റിനായിരുന്നില്ല പ്രശ്നം എന്നുള്ളത് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. പ്രശ്നം ആക്ച്വലി ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു അല്ലെ? കാരണം വൈറ്റ് ബാക്ക്ഗ്രൗണ്ടില് വൈറ്റ് കാണില്ല. ദ സെയിം വേ നമ്മൾ ഓരോരുത്തരെയും പലരും തിരിച്ചറിയാത്തതും ഈ വൈറ്റ് കളർ പോലെ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടംപോലെ ടാലൻസ് ഉണ്ടായിരിക്കും. നമ്മൾ ബ്രൈറ്റ് ആയിരിക്കും, ബ്യൂട്ടിഫുൾ ആയിരിക്കാം, ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ടാലന്റഡ് ആയിരിക്കാം, ഓർ നമ്മൾ നന്നായി പാട്ട് പാടുന്നവരായിരിക്കാം, ഡാൻസ് ചെയ്യുന്നവരായിരിക്കാം. എനിവേ ഇതൊന്നും വേണ്ട, നമുക്ക് നന്നായി വീട് ഒരുക്കി വെക്കാൻ അറിയാം, നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാവരെയും ചേർത്ത് പിടിക്കാൻ അറിയാം. ഇതെല്ലാം നമ്മുടെ എന്താ പറയാ ഇൻബോൺ ടാലൻസ് ആണ്. പക്ഷെ ഇതെല്ലാം തിരിച്ചറിയണമെങ്കിൽ നമ്മൾ നല്ലൊരു പ്ലാറ്റ്ഫോമിൽ ഓർ നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിൽ എത്തിച്ചേരുന്നത് അത്യാവശ്യമാണ്. ഇന്ന് നമ്മുടെ ചുറ്റും ഉയർന്നു പൊങ്ങി വരുന്നവരെയൊക്കെ നമുക്ക് എടുത്തു നോക്കുമ്പോൾ അവർ ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ചിട്ട് അവർക്ക് ഫീസബിൾ അല്ലാത്ത ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ഒന്ന് മാറ്റി ചവിട്ടിയത് മാത്രമാണ് പിന്നീട് കയറി വന്നിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഓർ ഏറ്റവും നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ആദ്യം മുതലേ കിട്ടിയവരാണ് കയറി വന്നിരിക്കുന്നത് എന്നുള്ളത്. അല്ലാതെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവരാണ് എന്ന് പറയുന്നവരെല്ലാം ഈ വഴി വെട്ടി ഉണ്ടാക്കിയത് തന്നെയാണ്. എന്ന് വെച്ചാൽ എന്താ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലീസബിൾ പ്ലേസ് അവർ വളരെ ഭംഗിയായിട്ട് ക്രിയേറ്റ് ചെയ്ത് അവിടെയാണ് അവർ അവരുടെ ടാലന്റ് കൊണ്ടുവച്ചിരിക്കുന്നത്. ഏറ്റവും ഭംഗിയായി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മളെ പ്രസന്റ് ചെയ്യുമ്പോൾ അത് ഇപ്പോഴും ഭംഗിയായിരിക്കും. ആ ഭംഗിയോടെ തന്നെ അത് നിലനിൽക്കും എന്നുള്ളതാണ് ഇതിൽ നിന്ന് പറയാനുള്ളത്. സോ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഓരോരുത്തർക്കും ഈ ഭംഗിയുള്ള ബാക്ക്ഗ്രൗണ്ട് കിട്ടട്ടെ, അല്ലെങ്കിൽ സ്വയം അത് ഒരുക്കാനുള്ള കഴിവുണ്ടാവട്ടെ. ആ ഭംഗിയുള്ള ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് നമ്മൾ ഓരോരുത്തരും നന്നായി തിളങ്ങട്ടെ. താങ്ക് യു.